ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് 5 മിനിറ്റ്സ് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ ചെല്ലുക. അതിനുശേഷം നമ്മുടെ ഫെഡ്നെറ്റ് ആപ്പ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലൈറ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് MBs കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു സ്റ്റോറേജ് കാര്യം ഓർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതിനുശേഷം അവർ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മെയിൻലി ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽ ആയിട്ട്. അത് ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അങ്ങനെ തന്നെയാണല്ലോ. ആദ്യമേ പറയേണ്ടതല്ല ചോദിക്കുന്നതെന്ന് വെച്ചാൽ യൂസർ ID ആണ്. അപ്പോൾ യൂസർ ID നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ വെരിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിലേക്ക് എൻ്റർ ആവാൻ പറ്റും. അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നോർമൽ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് www ആ ഒരു രീതിക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അതായത് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലും യൂസർ IDയും പാസ്വേഡും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ആവുകയാണ് ചെയ്യുന്നത് ആ ഒരു പേജിലേക്ക്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പം അവിടെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹോം, പിന്നെ ട്രാൻസ്ഫർ ഫണ്ട്സ്, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഏത് ഓപ്ഷനാണെന്ന് നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സർവീസ് എന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ക്രെഡിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് നീഡഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ അവർ ചോദിക്കും. ആ ഒരു ബേസിക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ആഡ് ഓൺ സർവീസ് ആണ് കേട്ടോ. ഞാൻ ക്രെഡിറ്റ് കാർഡ് സർവീസ് എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതല്ല, ആഡ് ഓൺ സർവീസ് ആണ്. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റ് കാർഡ് സർവീസിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ഓൺ സർവീസിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്രെഡിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ വരും. അതിനുശേഷം അപ്ലൈ ഫോർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ശരിക്കും ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ 2 ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസ് ആണ് കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്യൂട്ടായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഓപ്ഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ആദ്യമേ തന്നെ അവർ ചോദിക്കുന്നത് നമ്മുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മുടെ ഡെസിഗ്നേഷൻ, ഒക്യുപ്പേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ പോസ്റ്റൽ, അങ്ങനത്തെ അഡ്രസ്സും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ആ ഒരു ഡീറ്റെയിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ വേണം കൊടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡീറ്റെയിലൊക്കെ കൊടുത്തതിന് ശേഷം ഫെഡറൽ ബാങ്ക് ഒരു വിത്തിൻ 3 വീക്സിനുള്ളിൽ വെരിഫിക്കേഷൻ നടത്തും. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ നടത്തുമ്പം ആ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാതെ പോകും. ആ ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വീഴ്ചയും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 3 വീക്സിനുള്ളിൽ അവർ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് ആ ഒരു ജെനുവിൻ ആണെന്ന് ഉറപ്പ് വരികയാണെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഡീറ്റെയിൽ കൊടുക്കുമല്ലോ, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം ബേസിക്കലി ഡെസിഗ്നേഷൻ, ആനുവൽ ഇൻകം, നമ്മുടെ പാൻ നമ്പർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ പോസ്റ്റൽ കോഡ്, പിന്നെ കറണ്ട് റെസിഡൻഷ്യൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഫെഡറൽ ബാങ്ക് നമുക്ക് 2 ടൈപ്പ് ഓഫ് കാർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഫെഡറൽ ബാങ്ക് SBI പ്ലാറ്റിനം കാർഡും ദെൻ രണ്ടാമത്തെ കാർഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് ഗോൾഡ് കാർഡ്, അതായത് ഫെഡറൽ ബാങ്ക് SBI ഗോൾഡ് കാർഡ് എന്നാണ്. ഈ 2 കാർഡ്സിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ആ ഒരു സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫെഡറൽ ബാങ്ക് SBI പ്ലാറ്റിനം കാർഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ ആ ഒരു റിവാർഡ് നോക്കുകയാണെങ്കിൽ ജോയിനിങ് ഗിഫ്റ്റ് ആണ്. അപ്പോൾ ട്രാവൽ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ, അതായത് വേർത്ത് 3K എമൗണ്ട് വരെ നമുക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് റിവാർഡ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ 100 രൂപ വെച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ്സ് പോയിന്റ് കിട്ടും. അതായത് 2 റിവാർഡ്സ് പോയിന്റ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ബോണസ് ആയിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് കിട്ടുന്നത്. അത് നമ്മുടെ ആ ഒരു ആനുവൽ സ്പെൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. 4 lakh to 5 lakh സ്പെൻഡ് ചെയ്യുമ്പോൾ. അടുത്ത ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ആനിവേഴ്സറി ഗിഫ്റ്റ് വൗച്ചേഴ്സ് വേർത്ത് 3K വരെ നമുക്ക് കിട്ടും. പിന്നെ കോംപ്ലിമെൻ്ററി ആക്സസ് ടു വിസ എയർപോർട്ട് ലോഞ്ചസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പ്ലാറ്റിനം കാർഡിൽ നിന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ SBI ഗോൾഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏൺ 2K ബോണസ് റിവാർഡ്സ് പോയിന്റ് വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു ഇക്വലൻ്റ് സ്പെൻഡ് എന്ന് പറയുന്നത് 500 to 2000 വരെ സ്പെൻഡ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടും. അതായത് ഓരോ 100 രൂപയ്ക്കും റിവാർഡ് പോയിന്റ് കിട്ടും. റിവേഴ്സൽ ഓഫ് ആനുവൽ മെമ്പർഷിപ്പ് ഫീ ഓൺ എ മിനിമം ആനുവൽ സ്പെൻഡ് ഓഫ് 9K. അപ്പോൾ ഇത്രയും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫെഡറൽ ബാങ്ക് SBI ഗോൾഡ് കാർഡ്, അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ആ ഒരു ഡെസിഗ്നേഷനും ഒക്യുപ്പേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനത്തെ ഡീറ്റെയിലൊക്കെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം സബ്മിറ്റ് കൊടുക്കാൻ.
വളരെ സിമ്പിളാണ്. നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുക, ആ ഒരു നീഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ ജെനുവിൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്നും ഇൻഫോർമേറ്റീവ് ആയെന്നും വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.